ഇന്നത്തെ പ്രധാനപ്പെട്ട 5 വാർത്തകൾ. പൊതുപരിപാടിയിൽ പ്ലാസ്റ്റിക് ബൊക്കെ നൽകിയതിൽ മന്ത്രിയുടെ വിമർശനം. കുത്തന്നൂർ ഗ്രാമപഞ്ചായത്ത് കെട്ടിട ഉദ്ഘാടന ചടങ്ങിൽ സ്വീകരണത്തിനായി പ്ലാസ്റ്റിക് ബൊക്കെ നൽകിയ സംഭവം വിവാദമായി. പ്ലാസ്റ്റിക് നിരോധനം നടപ്പിലാക്കേണ്ടത് തദ്ദേശ സ്വയംഭരണ വകുപ്പാണെന്ന് ചൂണ്ടിക്കാട്ടി ആ വകുപ്പിന്റെ തന്നെ മന്ത്രി എം ബി രാജേഷ് വേദിയിൽ പരസ്യമായി വിമർശിച്ചു. ചടങ്ങിൽ തന്റെ മുന്നിലേക്ക് കൊണ്ടുവന്ന ബൊക്കെ സ്വീകരിക്കാതെയാണ് അദ്ദേഹം പ്രതിഷേധം രേഖപ്പെടുത്തിയത്. ഇത് നിയമലംഘനമാണ്, 10,000 രൂപ പിഴ ഈടാക്കേണ്ട വിഷയമാണെന്നും അദ്ദേഹം പറഞ്ഞു. സംഭവത്തെക്കുറിച്ച് പ്രതികരിച്ച പഞ്ചായത്ത് പ്രസിഡന്റ് PT സഹദേവൻ ഹരിത പ്രോട്ടോകോൾ പാലിച്ചെങ്കിലും ബൊക്കെയുടെ കാര്യത്തിൽ വീഴ്ച സംഭവിച്ചതായി സമ്മതിച്ചു. നിയമപ്രകാരമുള്ള പിഴ അടയ്ക്കാൻ പഞ്ചായത്ത് തയ്യാറാണെന്നും മന്ത്രി ഒരു അനുജനായി കണ്ട് സ്വകാര്യമായി പറഞ്ഞിരുന്നെങ്കിൽ മതിയായിരുന്നുവെന്നും പരസ്യ വിമർശനം കടുത്ത വിഷമമുണ്ടാക്കിയെന്നും അദ്ദേഹം അറിയിച്ചു. തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് സർക്കാരിന്റെ ഓണസമ്മാനം വർദ്ധിപ്പിച്ചു. ധനകാര്യമന്ത്രി KN ബാലഗോപാൽ ഇത്തവണ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് 1,200 രൂപ വീതമാണ് ഓണസമ്മാനം നൽകുക. കഴിഞ്ഞ വർഷം 1,000 രൂപയായിരുന്നു അനുവദിച്ചിരുന്നത്. സംസ്ഥാനത്തെ 5,25,991 തൊഴിലാളികൾക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുക. ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലുള്ളവർക്ക് ഓണസമ്മാനം വിതരണം നടത്താൻ 51.96 കോടി രൂപ സർക്കാർ അനുവദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ സാമ്പത്തിക വർഷം 100 പ്രവൃത്തിദിനം പൂർത്തിയാക്കിയ 5,19,623 തൊഴിലാളികളാണ് ഇതിനർഹരാകുന്നത്. തിരുവനന്തപുരം പൂജപ്പുര ജയിലിലെ കഫ്റ്റീരിയയിൽ മോഷണം നടത്തിയ പ്രതി പിടിയിൽ. പോത്തൻകോട് സ്വദേശിയായ അബ്ദുൾ ഖാദിയാണ് പിടിയിലായത്. പൂജപ്പുര ജയിലിലെ മുൻ തടവുകാരനാണ് പിടിയിലായ അബ്ദുൾ ഖാദി. 2 വർഷം മോഷണക്കേസിൽ തടവ് ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ചയാണ് പൂജപ്പുര ജയിലിലെ കഫ്റ്റീരിയയിൽ മോഷണം നടന്നത്. 4 ലക്ഷം രൂപ മോഷണം പോയതിൽ ജയിൽ വകുപ്പിന് ഗുരുതര വീഴ്ചയുണ്ടെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. 15 ജയിൽ അന്തേവാസികളും 10 താൽക്കാലിക ജീവനക്കാരുമാണ് കഫ്റ്റീരിയയിലെ ജോലിക്കാർ. ജയിൽ ഉദ്യോഗസ്ഥരും ഇടയ്ക്ക് ഡ്യൂട്ടിക്കുണ്ടാകാറുണ്ട്. താക്കോലും പണവും സൂക്ഷിച്ചിരുന്ന സ്ഥലമടക്കം കൃത്യമായി അറിയാവുന്നതും പണം അവിടെ ഉണ്ടെന്ന് അറിയാവുന്നതുമായ ആരോ ആണ് മോഷണത്തിന് പിന്നിലെന്ന് പോലീസ് തുടക്കം മുതലേ സംശയമുണ്ടായിരുന്നു. അതിനാൽ തന്നെ ജീവനക്കാരെയും തടവുകാരെയും കേന്ദ്രീകരിച്ചായിരുന്നു പോലീസിന്റെ അന്വേഷണം. ട്രംപ് വീണ്ടും ഇന്ത്യ-പാകിസ്ഥാൻ സംഘർഷം ചർച്ചയാക്കി. 7 യുദ്ധവിമാനങ്ങൾ തകർത്തുവെന്ന് വാദം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വീണ്ടും ഇന്ത്യ-പാകിസ്ഥാൻ സംഘർഷത്തെക്കുറിച്ച് വിവാദമായ പ്രസ്താവന നടത്തി. The war with India and Pakistan, that was the next level. That was going to be a nuclear war. They already shot down 7 jets. That was raging. And I said, you guys want to do trade? We're not doing any trade. We're not doing anything with you if you keep fighting. You got 24 hours to settle it. മെയിൽ നടന്ന സംഘർഷത്തിൽ 7 യുദ്ധവിമാനങ്ങൾ തകർത്തുവെന്നാണ് ട്രംപ് ഇപ്പോഴത്തെ പ്രസ്താവനയിൽ പറഞ്ഞത്. കഴിഞ്ഞ മാസം അദ്ദേഹം പറഞ്ഞത് 5 വിമാനങ്ങൾ വീഴ്ത്തിയെന്നാണ്. പുതിയ അവകാശവാദത്തിൽ വിമാനങ്ങളുടെ എണ്ണം കൂട്ടിപ്പറഞ്ഞതാണ് ശ്രദ്ധേയമായത്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വലിയ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടിരുന്നു. ഞാൻ ഇരു രാജ്യങ്ങളോടും മുന്നറിയിപ്പ് നൽകി. 24 മണിക്കൂറിനകം പ്രശ്നം തീർക്കാത്ത പക്ഷം അമേരിക്ക 100% വ്യാപാര നിരോധനം ഏർപ്പെടുത്തുമെന്ന്. അതിനുശേഷമാണ് അവർ യുദ്ധം അവസാനിപ്പിച്ചത്. അതേസമയം ഇന്ത്യൻ സർക്കാരും സൈന്യവും ട്രംപിന്റെ അവകാശവാദം തള്ളി. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞത് ഇന്ത്യയുടെ സൈനിക ലക്ഷ്യങ്ങൾ നിറവേറ്റിയ ശേഷമാണ് ഓപ്പറേഷൻ സിന്ദൂർ അവസാനിപ്പിച്ചതെന്നും മൂന്നാം കക്ഷിയുടെ ഇടപെടലൊന്നും ഉണ്ടായിട്ടില്ല എന്നുമാണ്. അമ്പയറുമായി തർക്കം, റാക്കറ്റ് തല്ലിപ്പൊട്ടിച്ചു. US ഓപ്പൺ ടെന്നീസിന്റെ ആദ്യ റൗണ്ടിൽ തന്നെ മുൻ ചാമ്പ്യൻ റഷ്യയുടെ ഡാനിൽ മെദ്വദേവ് പരാജയപ്പെട്ടു. ഫ്രഞ്ച് താരം ബെഞ്ചമിൻ ബോൺസി 6-3, 7-5, 6-7, 0-6, 6-4 എന്ന സ്കോറിന് വിജയിച്ച് 2ാം റൗണ്ടിലേക്ക് ഉയർന്നു. മത്സരം തുടക്കം മുതൽ തന്നെ സംഭവ ബഹുലമായിരുന്നു. 3ാം സെറ്റിലെ നിർണായക ഘട്ടത്തിൽ ബോൺസി മാച്ച് പോയിന്റിനായുള്ള സർവിനായി തയ്യാറെടുക്കുന്നതിനിടെ ഒരു ഫോട്ടോഗ്രാഫർ കോർട്ടിലേക്ക് കയറിയതാണ് പ്രശ്നങ്ങളുടെ തുടക്കം. ഈ തടസ്സത്തെ തുടർന്ന് ചെയർ അമ്പയർ ബോൺസിക്ക് വീണ്ടും ഫസ്റ്റ് സർവേ അനുവദിച്ചതിനെതിരെ മെദ്വദേവ് ശക്തമായി പ്രതിഷേധിച്ചു. അമ്പയറുമായി വാക്കേറ്റത്തിനിടെ കാണികളും ബഹളം വെച്ചതോടെ മത്സരം 6 മിനിറ്റ് നേരം നിർത്തിവെക്കേണ്ടതായി വന്നു. പിന്നീട് ടൈ ബ്രേക്കറിൽ 3ാം സെറ്റ് സ്വന്തമാക്കിയ മെദ്വദേവ് 4ാം സെറ്റ് നേടി മത്സരത്തെ 5ാം സെറ്റിലേക്ക് നീട്ടിയെങ്കിലും അവസാന സെറ്റിൽ ബോൺസി മേൽക്കൈ നേടി വിജയം ഉറപ്പിച്ചു. മത്സരത്തിനിടെ കോപാകുലനായ മെദ്വദേവ് തന്റെ റാക്കറ്റ് തല്ലിപ്പൊട്ടിച്ചത് വലിയ വിവാദമായി. സാഗ് ന്യൂസ്, തിരുവനന്തപുരം. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.